ഹായ് ഓൾ, വെൽക്കം ടു ടെക് മലയാളം. എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ചൈനീസ് സ്മാർട്ട് ഫോൺ കമ്പനികൾ സ്മാർട്ട് ഫോൺ രംഗത്ത് വരുത്തിയ മാറ്റങ്ങൾ. വളരെ ചുരുങ്ങിയ കാലയളവിൽ സ്മാർട്ട് ഫോൺ യൂസേഴ്സിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സാധിച്ച ചുരുക്കം ചില കമ്പനികളിൽ ഒന്നാണ് ഓപ്പോ. BBK ഇലക്ട്രോണിക്സിന്റെ കീഴിലുള്ള ഈ കമ്പനി ഓപ്പോ എന്ന ബ്രാൻഡ് നെയിം രജിസ്റ്റർ ചെയ്തത് 2001 2001 രജിസ്റ്റർ ചെയ്തുവെങ്കിലും 2004 കമ്പനി ലോഞ്ച് ചെയ്തത്. ലോകത്തിലെ ഏറ്റവും നൂതനമായ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകളിൽ ഒന്നായി ഓപ്പോ വളർന്നത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായാണ്. അണ്ടർ ഡിസ്പ്ലേ സെൽഫി ക്യാമറയും 10x ലോസ്ലെസ് സൂം, മെഷ് ടോക്ക് തുടങ്ങി നിരവധി പുതിയ സാങ്കേതിക വിദ്യ അവതരിപ്പിക്കുന്ന കാര്യത്തിൽ ഓപ്പോ എന്ന ബ്രാൻഡ് എന്നും മുൻപന്തിയിലായിരുന്നു. എന്നാൽ വീണ്ടും സ്മാർട്ട് ഫോൺ യൂസേഴ്സിനെ അതിശയിപ്പിച്ചുകൊണ്ട് പുറത്തേക്ക് ഒഴുകുന്ന സ്ക്രീൻ ടെക്നോളജിയുമായി വന്നിരിക്കുകയാണ് ഓപ്പോ. ഓപ്പോയുടെ വൈസ് പ്രസിഡന്റായ ബ്രയാൻ ഷെൻ തന്നെയാണ് ഫുൾ ഡിസ്പ്ലേ 2.0 സ്ക്രീൻ ടെക്നോളജിയുള്ള ഒരു പ്രോട്ടോടൈപ്പ് ഫോണിന്റെ വീഡിയോ പുറത്തുവിട്ടത്. ഫോണിന്റെ ഇടതും വലതും 88 ഡിഗ്രി കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഉള്ളത്. വാട്ടർഫോൾ ഡിസ്പ്ലേ എന്നാണ് ഓപ്പോ ഇതിനെ വിശേഷിപ്പിക്കുന്നത്. ബെസലുകൾ ഇല്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. താഴെ മുകളിലുമുള്ള ബെസലുകൾ നോച്ച് അല്ലെങ്കിൽ പഞ്ച് ഹോൾ ഇല്ലാതെ വളരെ സ്ലിം ആയി കാണപ്പെടുന്നത് കൊണ്ട് സ്ക്രീൻ ടു ബോഡി റേഷ്യോ 100% ആണെന്ന് പറയാം. ഫോണിന്റെ ഇടതും വലതും വശങ്ങൾ ഡിസ്പ്ലേയുടെ ഭാഗമായതുകൊണ്ട് ഫിസിക്കൽ ബട്ടൺ ഒന്നും ഇതിലില്ല. അതുകൊണ്ട് തന്നെ ഈ ഫോണിൽ വെർച്വൽ ബട്ടൺ ആയിരിക്കും കമ്പനി ഉൾപ്പെടുത്തുക. ഫ്രണ്ടിൽ ക്യാമറയും വീഡിയോയിൽ കാണുന്നില്ല. അതുകൊണ്ട് പോപ്പപ്പ് സെൽഫി ക്യാമറയോ ഓപ്പോ കഴിഞ്ഞ തവണ അവതരിപ്പിച്ച അണ്ടർ ഡിസ്പ്ലേ ക്യാമറയോ ഉപയോഗിക്കുമെന്നാണ് സൂചന ലഭിക്കുന്നത്. വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഡിസ്പ്ലേയിലെ മെനു സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് രണ്ടു വശത്തിലൂടെയും ഐക്കൺസ് ഒഴുകി വരുന്ന പോലെയുള്ള ഫീലിംഗ്. അതുകൊണ്ടാണ് ഓപ്പോ ഫുൾ ഡിസ്പ്ലേ 2.0യെ വാട്ടർഫോൾ ഡിസ്പ്ലേ എന്നും വിളിക്കുന്നത്. ഇത്തരം ഡിസ്പ്ലേയും അണ്ടർ ഡിസ്പ്ലേ ക്യാമറയുമുള്ള ഫോൺ 2020 ഓപ്പോ വിപണിയിൽ എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ന്യൂസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് മീ ഷോണ. ബൈ.